ഇന്ന് നമ്മൾ നെല്ലിക്ക വെച്ചാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നുള്ളത്. നല്ലൊരു മിക്സ്ചർ പോലെയും കഴിക്കാം. എണ്ണയൊന്നും ഇല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഒരു ജ്യൂസ് പൗഡറാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നമുക്ക് ഒരു വർഷം വരെ ഇതേപോലെ സൂക്ഷിക്കാം. പിന്നെ പഞ്ചസാരയൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ജ്യൂസ് പൗഡർ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നെല്ലിക്കയും ബീട്രൂട്ടും ഒക്കെ ചേർന്നുള്ള ഒരു മിക്സറായും നമുക്ക് കഴിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പൗഡർ ഉണ്ടാക്കി നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. പഞ്ചസാരയൊന്നും ചേർക്കാതെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഇത് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നല്ല കളറ് വരാനും ആരോഗ്യത്തിനും എല്ലാവർക്കും അറിയാമല്ലോ. വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള നെല്ലിക്കയും അതേപോലെ തന്നെ ബീട്രൂട്ടും വെച്ചാണ് നമ്മൾ ജ്യൂസ് പൗഡർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട, നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം കേട്ടോ. ഒരു വർഷം വരെ നമുക്കിത് ഇതേപോലെ ഉണ്ടാക്കി സൂക്ഷിക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ആദ്യം നെല്ലിക്കയാണ്. ഞാൻ 500 ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ. കാരണം ഞാൻ ഷോപ്പിൽ നിന്നും വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഇത് ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ വലിയ ഹോൾ ഉണ്ടല്ലോ, അതിൽ വെച്ചാണ് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല തിന്നായി കിട്ടും കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ. ഒരിക്കലും മിക്സിയിൽ അരച്ചെടുക്കരുത്. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ വേണം നിങ്ങളെടുക്കാൻ. ഇതേപോലെ നേരിയതായി തന്നെ കിട്ടും നമ്മൾക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ. ഇതുപോലത്തെ പീസസ്സാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇപ്പം ഞാനിതാ ഇവിടെ മുഴുവനായും തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കുരു കളയരുത്, അതും സൂക്ഷിച്ച് വെക്കണം. ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഈ നെല്ലിക്കയുടെ ഒരു ഭാഗവും നമുക്ക് കളയാനില്ല കേട്ടോ, അത്രക്കും വൈറ്റമിൻസ് അടങ്ങിയതാണ്. അപ്പോൾ ഞാനിതാ മുഴുവനായും തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ജ്യൂസ് ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാം കേട്ടോ. ഇപ്പോൾ എത്ര പ്രായമായവർക്കും എന്ത് അസുഖമുള്ളവർക്കും കഴിക്കാം. പിന്നെ ഇതിന് നമ്മൾ ഈ ഒരു മസാല ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടമാവും കേട്ടോ ഇത് കുടിക്കുമ്പോൾ. പിന്നെ ഡയബറ്റിക്സ് ഉള്ളവർക്കും ആർക്കും കഴിക്കാൻ പറ്റുന്ന, പൊതുവേ ഇപ്പോൾ ആർക്കും അത്രയും പഞ്ചസാരയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ ഇഷ്ടമാവും കേട്ടോ. നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിക്കാതിരുന്നാൽ ഒരു വർഷം വരെ ഈ ജ്യൂസ് പൗഡറിന് ഷെൽഫ് ലൈഫ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി വേണ്ടത് ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് അതും കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുരു ഉണ്ടല്ലോ, ഞാൻ കളയരുതെന്ന് പറഞ്ഞില്ലേ, ഈ കുരു നമ്മൾക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുക്കറിലാണെങ്കിൽ ഒരു 3 വിസിൽ വന്നാൽ മതി കേട്ടോ, നമുക്ക് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ കുക്കറിലല്ല, വേറൊരു പാത്രത്തിലാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റ് സമയം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് നന്നായി തന്നെ വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ, മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുന്നതാണ്. ഈ സമയത്ത് ഇനി നമുക്ക് ഒരു ബീട്രൂട്ടാണ് വേണ്ടത്. ഈ ബീട്രൂട്ട് ഒന്ന് തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം ഇതുപോലെ നന്നായി കഴുകിയെടുത്ത് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മൾ നേരത്തെ നെല്ലിക്ക ഗ്രേറ്റ് ചെയ്ത ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുള്ളത്. അതേ ഹോൾസിലെ കൂടിയിട്ട് തന്നെയാണ്. അപ്പോൾ അത് നേരിയതായി കിട്ടും നമുക്ക്. ഇത് നമുക്ക് ഉണക്കിയെടുക്കാനുള്ളതാണ്. നമ്മുടെ മസാല ഒക്കെ ചേർത്താണ് നമ്മളിത് ഉണക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നല്ലൊരു ചിപ്സ് പോലെ കിട്ടും, നേരിയൊരു ചിപ്സ് പോലെ. അതുപോലെയാണ് കേട്ടോ നമുക്കിത് കിട്ടുക ഈ ഗ്രേറ്റ് ചെയ്തെടുത്താൽ. അപ്പം ഇതേപോലെ മുഴുവനായും തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരിക്കലും അരച്ചെടുക്കരുത്, നിങ്ങൾ മിക്സിയിലൊന്നും അരച്ചെടുക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കാം. അതിനുവേണ്ടി 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ വേണ്ടത് കുരുമുളകാണ്. ഒരു 15 കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള കുരുമുളക് നല്ല എരിവുണ്ടെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ. ഇതിന് അത്ര വലിയ എരിവില്ല, അതുകൊണ്ടാണ് ഞാനൊരു 15 എണ്ണം എടുത്തിട്ടുള്ളത്. ഇത് കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഗ്രാമ്പു ആണ്. ഗ്രാമ്പു ഒരു 6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ പീസ് പട്ട, അതായത് സിനമൺ, 2-3 ചെറിയ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് മല്ലിയാണ്, അതായത് കോറിയൻഡർ, അതും 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. എല്ലാം ഒരേ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓരോ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതേ ചൂടിൽ നമ്മൾ കുറച്ച് സമയം ഇതുപോലെ വറുത്തതിന് ശേഷം ഇനി തണുക്കാനായി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായി തന്നെ പൊടിച്ചെടുക്കണം. നല്ല സ്മൂത്ത് പൗഡറായി വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് വെച്ചിരിക്കുന്ന ആ നെല്ലിക്ക ഉണ്ടല്ലോ, അത് കുറച്ച് വലിയൊരു പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ബീറ്റ്റൂട്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇതിന് നല്ലൊരു കളറ് വരും കേട്ടോ. അപ്പോൾ ഇത് കുറേശ്ശെയായി ചേർത്ത് നമുക്കിതൊന്ന് മുഴുവനായും തന്നെ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് മാറുന്നത് കാണാം. ഈ ജ്യൂസ് കുട്ടികൾ മധുരം ഇല്ലാതെ കഴിക്കുന്നില്ല എങ്കിൽ അവർക്ക് മധുരം ചേർത്തും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ലെമൺ ജ്യൂസ് പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നില്ല ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ഷുഗർ ചേർത്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതാണ് കേട്ടോ, എന്നോട് റിക്വസ്റ്റ് ചെയ്താണ് ഷുഗർ ചേർക്കാത്തൊരു ജ്യൂസ് പൗഡറിൻ്റെ വീഡിയോ കാണിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഇതാ ഞാൻ നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വീതം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച ആ മസാല പൊടി ഉണ്ടല്ലോ, നല്ല സ്മൂത്ത് പൗഡർ ആവണം കേട്ടോ. വേണമെങ്കിൽ നമ്മളൊന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. എൻ്റേത് തരിയില്ലാതെ എനിക്ക് പൊടിക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ അരിച്ചെടുത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇത് കുറേശ്ശായി ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇതേപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യണം. ഒരുമിച്ച് ഇട്ടിട്ടല്ല കേട്ടോ, എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ഇതേപോലെ പ്ലേറ്റിലൊന്ന് നിരത്തി കൊടുക്കണം. നല്ല തിൻ ലെയറായി വേണം നിരത്തി കൊടുക്കാൻ, കാരണം നമ്മളിത് ഉണക്കിയെടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ 3 പ്ലേറ്റിലായിട്ടാണ് കേട്ടോ ഇവിടെ നിരത്തി എടുക്കുന്നുള്ളത്. ഇത് നമ്മൾക്ക് 2 തരത്തിലും ഉണക്കിയെടുക്കാം. ഒന്ന് ഫാനിൻ്റെ കീഴിൽ വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. അത് 2-3 ദിവസം എടുക്കും. ഒരു 3-4 ദിവസം ഇതുപോലെ ഉണക്കിയെടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഫാൻ ഓഫ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ദിവസം എടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ ഒരു 3 മണിക്കൂർ കൊണ്ട് നമുക്കിത് ഉണങ്ങി കിട്ടും. ഇനിയിപ്പോൾ ഇതാ നേരത്തെ നമ്മൾ തിളപ്പിച്ച ആ നെല്ലിക്കയുടെ ഇതുണ്ടല്ലോ, അത് ഇതേപോലെ അതിൽ നിന്ന് കുരുവൊക്കെ അടർത്തി മാറ്റണം. നമ്മളിത് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുരു ഒക്കെ അടർത്തി മാറ്റിയതിന് ശേഷം നമ്മളിതൊരു ചെറിയൊരു മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്ത് ഇതിൻ്റെ ആ ഒരു ഇതിലുള്ള ആ പിശിടൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതൊരു ചെറിയൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പം അതിലേക്ക് ചെറുനാരങ്ങ ജ്യൂസൊക്കെ ചേർത്ത് കൊടുക്കുന്നില്ലേ, അതിന് പകരം ചേർത്ത് കൊടുക്കാം. അല്ലാതെ ചമ്മന്തി അരക്കുമ്പോൾ പുളി ചേർക്കുന്നുണ്ടല്ലോ, അന്നേരം ചേർക്കാം, ഇതിന് പകരം ചേർക്കാം. അല്ലാതെ ഹെന്ന പൗഡർ മിക്സ് ചെയ്യുമ്പോഴും നമുക്ക് നെല്ലിക്ക ചേർക്കേണ്ട ആവശ്യത്തിൽ ഇത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇത് ചേർത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കുടിച്ചാൽ നല്ലൊരു ജ്യൂസുമാണ്. അപ്പോൾ നമ്മളിത് വേസ്റ്റ് ചെയ്യേണ്ട ഒരിക്കലും ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരുപാട് വെയിലത്ത് വെച്ച് ഉണക്കിയതല്ല കേട്ടോ, ഞാൻ കുറച്ച് ഷെയ്ഡിൽ വെച്ച് ഫാനും ഇട്ട് ഉണക്കിയെടുത്താണ്. നല്ല വെയിലിന് വെക്കുമ്പോൾ നമുക്ക് അത്ര നല്ല കളർ കിട്ടില്ല എന്നേ ഉള്ളൂ, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പക്ഷേ എനിക്കിതിപ്പോൾ 3 ദിവസം കൊണ്ടാണ് ഉണക്കിയെടുത്തത്. ഞാൻ കുറച്ചൊരു വെയിലിൻ്റെ ഷെയ്ഡിൽ വെച്ചിട്ടും പിന്നെ കുറച്ച് ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ടാണ് ഉണക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ ഫാനിൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയെടുക്കുമ്പോൾ നല്ല കളറായിരിക്കും കേട്ടോ. നമ്മൾ നല്ല വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ അത്ര കളർ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, അല്ലാതെ ഗുണമൊന്നും നഷ്ടപ്പെടില്ല കേട്ടോ. ഇത് നമ്മൾക്ക് ഇതുപോലെ ബോട്ടിലിൽ ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു മസാല മണമൊക്കെയാണ്. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒരു മിക്സർ കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലേറ്റിലെടുത്ത് നമുക്ക് വെറുതെ കഴിക്കാം. കാരണം നല്ല ഒരു മിക്സറാണ്, നമ്മൾ എണ്ണയിലൊന്നും ചെയ്യാതെ നമുക്കെന്നാലും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ചെറിയൊരു പുളിയും പിന്നെ ഈ മസാലയുടെ എരിവും ഒക്കെയുള്ള നല്ലൊരു മിക്സറാണ്, നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് തന്നെ സൂക്ഷിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മിക്സറാണ്. അതുമാത്രമല്ല ഇത് നമ്മൾ ഡെയിലി കഴിച്ചാൽ നമ്മൾ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ABC ജ്യൂസൊക്കെ ഡെയിലി കുടിച്ചാൽ നമുക്ക് അത്രമാത്രം നമ്മൾക്ക് അത് ഗുണം ഉള്ളതുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഇത് ഉണ്ടാക്കി സൂക്ഷിക്കാം. ഇനി ഇതിൻ്റെ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇതുപോലെ കുറച്ച് പൊടിച്ച് വെച്ചാലും മതി നമുക്ക്, അല്ലെങ്കിൽ കുറച്ച് മാത്രം പൊടിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കി എടുക്കാം. ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് പൊടിക്കണമെന്നില്ല, ഇത് പൊടിച്ച് ചെറിയൊരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇതാ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല ഫൈൻ പൗഡറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അരിച്ചെടുത്താൽ മതി, കാരണം നമ്മൾ പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി നന്നായി അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടില്ല, കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇതുപോലെയുണ്ട്, നല്ലൊരു മണമാണ് കേട്ടോ. നമുക്കിത് പൊടിക്കുമ്പോൾ തന്നെ നമ്മൾ വീട് മുഴുവനും മണക്കുന്ന പോലെ ഉണ്ടാവും. ആ മസാലയിട്ട് നല്ലൊരു മണമാണ്. പിന്നെ ഈ ജ്യൂസിനുണ്ടല്ലോ നല്ല ഈ മസാലയും പിന്നെ ചെറിയൊരു എരിവും, ആ പെപ്പറൊക്കെ ഇട്ടതുകൊണ്ട് ചെറിയൊരു എരിവും, പിന്നെ സിനമണിൻ്റെയും ഗ്രാമ്പൂവിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് ഹെൽത്ത് വൈസ് വളരെ നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ ഷുഗർ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ, വെറുതെ ഇതുപോലെ കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് തണുപ്പിച്ചൊക്കെ കുടിക്കുമ്പം രാവിലെ വെറും വയറ്റിലും പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിന് വേണമെങ്കിൽ നമുക്കിതിൽ തേൻ ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.